അപ്പം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ബൈ. അപ്പൊ കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്കൊരു 5 മണിക്കൂറുണ്ട് ഇവിടുത്തെ കൾച്ചറും ഫുഡും സ്ട്രീറ്റും അമ്പലങ്ങളും മാക്സിമം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താ പറയാ, ഇതൊരു ലൈവ് പ്രോഗ്രാമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്വരാജ് റൗണ്ടിലേക്ക് പോകാൻ പറ്റുമോ? സ്വരാജ് റൗണ്ട്. താങ്ക് യു. ഞാൻ തൃശ്ശൂർ ആദ്യമായിട്ടാണ്. ഒരു 5 മണിക്കൂർ എനിക്ക് സമയമുണ്ട്. എവിടെയൊക്കെ പോകാൻ പറ്റും? ആണല്ലേ? പുത്തമ്പള്ളി. ഈ സ്വരാജ് റൗണ്ടിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സ്വരാജ് റൗണ്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അത് എന്താണ് അവിടുത്തെ പ്രത്യേകത? വടക്കുന്നാഥന്റെ 2-3 വഴി കൂടെ കാണാം. ഇത് അമ്പലം എപ്പോഴാണ് അടക്കുന്നത്? സമയമുണ്ടോ? അമ്പലത്തിൽ കയറാൻ പറ്റുമോ? പറ്റുമല്ലേ? അപ്പോ എത്രയായി കാശ്? ചാനലിന്റെ പേര് സിനി സോൾമേറ്റ്. സിനി സോൾമേറ്റ്. ഞങ്ങൾ 2 പേരുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. എടുക്കാറില്ല. വേണ്ട. ഒരുപാട് താങ്ക്സ് കേട്ടോ. കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആദ്യം തന്നെ നമ്മള് സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വരാജ് റൗണ്ടില് പ്രത്യേകത അറിയാം, ഭയങ്കര ഫേമസ് ആണ്. ഇവിടെയാണ് പുലിക്കളിയൊക്കെ ഓണത്തിന് നടക്കാറ്. പുള്ളിക്കാരൻ പറയുന്നത് കേട്ടായിരുന്നു. അപ്പോ എന്താ പറയാ, ഇതിൽ 2 വഴിയുണ്ട്. പുള്ളിക്കാരൻ നേരെ എന്നെ അമ്പലത്തിന്റെ നടയിൽ കൊണ്ട് ഇറക്കിയായിരുന്നു. പക്ഷെ നടന്നു വരുന്ന വഴിയാണ് ഇപ്പൊ ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡിന്റെ സൈഡിൽ നിന്ന് തന്നെ നടന്ന് വരായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, അമ്പലമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോകാം. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതും എല്ലാം. എന്തായാലും കുറെ ആൾക്കാർ കാത്തിക്കുന്നുണ്ട്. എനിക്ക് വന്നത് അമ്പലം തുറക്കാൻ സമയം ആവുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കുറെ ആള് വെളിയിലാണ് നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം.
നമുക്കിവിടെ വഴിപാട് എന്തെങ്കിലും കഴിപ്പിക്കാനുള്ള എന്തെങ്കിലും കൗണ്ടറുണ്ട്. ചെരുപ്പ് ഇവിടെ അഴിച്ചു വെക്കണം. ചെരുപ്പ് ഇവിടെ വെക്കരുത്, ചെരുപ്പ് ഇവിടെ വെക്കരുത് എന്ന് പറഞ്ഞിട്ട് കണ്ടോ തൊട്ട് താഴെ ചെരുപ്പ്. ആവറേജ് മലയാളികളുടെ പ്രശ്നം. അപ്പൊ ഞാനിതാ വടക്കുംനാഥന്റെ മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാരും വെളിയിൽ നിൽക്കുന്ന വേറെ ഒന്നുമല്ല, ഒരാളുടെ കാല് പൊട്ടി ബ്ലഡ് ആയിപ്പോയി അകത്ത്. അതുകൊണ്ട് എന്തോ പുണ്യാഹോ എന്തോ തളിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാരും വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നത്. ഓൾറെഡി അമ്പലം ഓപ്പൺ ആണ്. പിന്നെ നിവേദ്യ കൗണ്ടറിൽ മീൻസ് വഴിപാട് കൗണ്ടറിൽ ഞാൻ പോയി. പക്ഷെ അവിടെ ചേട്ടൻ പറഞ്ഞു ഷൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും പായസവും നെയ്പായസവും അവിലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അമ്പലത്തിന്റെ അടുത്ത് കയറിയിട്ട് പുറത്തിറങ്ങിയിട്ട് കാണാം. അപ്പൊ ഞാൻ അമ്പലത്തിന്റെ പുറത്തിറങ്ങി. ഇനി ഒരു സൂത്രം കാണിച്ചു തരാം. കൈ നോക്കാൻ വന്നിരിക്കുകയാണ്. ഒരു എക്സ്പീരിയൻസ് അല്ലേ, നോക്കാം. ഇടത് കൈയല്ലേ? ഈ കൈ തന്നെയാണോ? ജന്മം പുരുഷന്റെ ആണല്ലേ, ആണായി ജനിക്കേണ്ട ആളാണ് നിങ്ങൾക്കാ. ആയുസ് തോന്നുന്നുണ്ട്, വെടി വെച്ചാലും മരിക്കൂല. നിങ്ങൾക്ക് ഹൃദയം, ബുദ്ധി, ഭാഗ്യരേഖ ഉണ്ട്. ഗവൺമെന്റ് ജോലിക്ക് അവകാശപ്പെട്ട ആളാണ്. എന്ന ലക്ഷണത്തിൽ വലിയ നിലയിലൊക്കെ എത്തിപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. ശത്രുക്കളുണ്ട്. തെറ്റി നിൽക്കുന്ന ആൾക്കാർ ഇറങ്ങി വരാനും സ്നേഹിക്കാനും യോഗമുണ്ട്. നിങ്ങൾ ഇറങ്ങാനും പടങ്ങാനും പോകണ്ട. ഒരാളോട് ഒരു വാക്ക് പറഞ്ഞ വാക്കിന് മാറ്റമൊന്നുമില്ല. വാസിക്ക് നാശക്കാരത്തിയ. അതാണ് പ്രശ്നം. വസ്ത്രലങ്കാരിയാണ്, ഊണലങ്കാരിയല്ല. വസ്ത്രത്തിനെ കൊണ്ടാണ് പ്രിയം, ഭക്ഷണത്തിനെ കൊണ്ടല്ല. നല്ല രസനാരും വേണ്ടില്ല. പോമ്പലും സംസ്കാരത്തിലും ഇങ്ങോട്ട് കുറഞ്ഞില്ല. ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ നാലെണ്ണം പറയുന്ന ധൈര്യമില്ല. എന്നാലോ ഇന്ന ലക്ഷണത്തിൽ ഇട്ട കളറാണ്, ഇന്ന രേഖയിൽ ഇട്ടാ നല്ല സ്നേഹമാണ് എന്നാണ് പറയുന്നത്. എല്ലാ പൂവും തെളിഞ്ഞ് നല്ല കാര്യത്തിലേക്ക് എത്താനുള്ള യോഗമുണ്ട്. കയ്യ് ഓട്ടം കയ്യിൽ ഈ മാസം അല്ല, അടുത്ത മാസം 30ന്റെ ഉള്ളിൽ കുറഞ്ഞ പൈസ കിട്ടാൻ പോകുന്നുണ്ട്. ജനിച്ച മക്കളെ പോലെ ജനിക്കാത്ത മക്കളെ സഹായം കൂടെ കിട്ടൂട്ടാണ് എന്ന ലക്ഷണം കിടക്കുന്നത്. സ്വന്തം വീട്, ഭൂമി, വണ്ടി, വാഹനങ്ങൾ, യാത്ര, ജോലി, പണി തെളിയേണ്ട ലക്ഷണങ്ങൾ കയ്യിൽ കാണാനുണ്ട്. ആര് തോൽപ്പിച്ചാലും ദൈവം തോൽപ്പിക്കില്ല. അമ്മേന്റെ സ്വഭാവമില്ല, അമ്മമ്മേന്റെ സ്വഭാവ. ദുർമരണങ്ങൾ, ഓപ്പറേഷനുകളൊക്കെ കുടുംബത്തിൽ കഴിഞ്ഞു. വലിയ ആപത്തുകൾ കഴിഞ്ഞിട്ടുണ്ട്. കേസിൽ ബന്ധപ്പെടേണ്ട ലക്ഷണമുണ്ട് എന്നാണ് ചെയ്യല്. പക്ഷെ ലക്ഷണത്തില് കേസ് കൊണ്ടൊക്കെ നിങ്ങൾ വിജയിക്കും, പരാജയപ്പെട്ടു വരുന്നില്ല. കയ്യൊക്കെ ഉഷാറാണ്. കയ്യിൽ പണം പോയി പവർ വരട്ടെ എന്ന് വിചാരിക്കും. ഇന്ന് കഴിഞ്ഞു. മനപ്രയാസങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ, പല കാര്യം ഓർത്താലിട്ടാണ്. ആ വിഷമങ്ങളൊക്കെ തീർന്ന് സന്തോഷിക്കേണ്ട ഫലമുണ്ട്. ആരൊഴിച്ചാലും ഭർത്താവ് ഒഴിക്കൂല. മരണം വരണം. കഴിഞ്ഞല്ലേ? തത്തമ്മയ്ക്ക് അനാറ് മേടിച്ചു കൊടുക്കാൻ 50 കയ്യില്ല. തത്തമ്മ അനാറ് മാത്രമേ തോന്നുള്ളൂ. കിട്ടിയതൊക്കെ നല്ലതാണ്. പട്ടാഭിഷേകമാണ് കിട്ടിയത്. കുട്ടിയുടെ ആകെ ഉഷാറ്. ആയസ് തോനുണ്ട്. ജാതി മതം ഒന്നുമില്ല. എല്ലാ മതം ഒരുപോലെ ആർക്കും ഗുണം ചെയ്യും. എന്നാലും കുറ്റപ്പേരേ ഉള്ളൂ. ആ ലക്ഷണം കിടക്കുന്നത്. അമ്മേന്റെ സ്വഭാവം ഒന്നുമില്ല. അമ്മമ്മേന്റെ സ്വഭാവമാണ്. സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ, വെറുക്കാൻ പഠിച്ചിട്ടില്ല. അച്ഛന്റെ ആൾക്കാരെ ഭാര്യ പിടിച്ച് സ്നേഹിച്ചാലും കുറ്റപ്പേരാണ്. അമ്മ വീട്ടിൽ നിന്ന് അന്ന് ഇന്നും ഒരുപോലെ. വിവാഹരേഖ നിങ്ങൾക്ക് ഒന്നല്ല രണ്ടൊക്കെ ഫലം കഴിയും. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കണമെന്നാണ് ലക്ഷണത്തില്. ഭർത്താവ്, മക്കളും മരണം വരെ എത്തി സന്തോഷിക്കേണ്ട ഫലം വേണ്ടതാണ്. എന്നാ രേഖ 3 മക്കൾക്ക് രക്ഷണമുണ്ട്. 2 ആളെ കൊണ്ടൊക്കെ ഭാവി തെളിയും. ജനിച്ച മക്കളെ പോലെ ജനിക്കാത്ത മക്കളെ സഹായം കൂടെ കിട്ടാൻ ഭാഗ്യമുണ്ട്. വൃത്തിവെടുപ്പ്, സന്ധി വിളക്ക് വീട്ടിൽ നേരത്തെ വെക്കണം. അമ്പല, ക്ഷേത്രങ്ങള്, യാത്രകള്, പുണ്യമണങ്ങളൊക്കെ ചവിട്ടി വരേണ്ട ഭാഗ്യമുണ്ട് കേട്ടാ. വിചാരിക്കാത്ത ചെലവുകൾ കുടുംബത്തിലുണ്ട്. ഇന്ന് ലക്ഷണത്തിൽ ഇപ്പൊ 1-2 മുറാദികളൊക്കെ മനസ്സിലുണ്ട്. അതൊക്കെ നടക്കും. സന്തോഷത്തില്ല. ശത്രുക്കളൊക്കെ ഉണ്ട്. ശത്രുവിന് നിങ്ങൾ വരയ്ക്കാൻ പോയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവരും ഇതുപോലെയാണ്. നേരെ പറഞ്ഞിട്ട് അഭിപ്രായം ഉള്ളു. ആയുസ് 80 അല്ല 89 വയസ്സ് വരെ ഇരിക്കായുള്ളൂ. ആണോ? ഇപ്പോഴൊന്നും ചത്തുപോകില്ല. ഇപ്പോഴൊന്നും ചാവണ്ട. അവിടെ കണ്ടു. കൊള്ളാം. പേരെന്താ? ദേവയാനി. വീട് എവിടെ? അടുത്ത എടപ്പാള്. എല്ലാ ദിവസവും ഇങ്ങനെ വരുമോ? ചിലപ്പോ വയ്യാത്ത ദിവസമൊന്നും വരും. അപ്പൊ വൈകുന്നേരം വരെ ഉണ്ടാവും ഇവിടെ? 4 മണി വരെ ഉണ്ടാവും. 4 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. ഞാനെന്നെ ഉള്ളൂ. എന്റെ ഭർത്താവും ഇല്ല, കുട്ടികളും ഇല്ല, ആരുമില്ല. ആങ്ങളമാരൊക്കെ.
ഫുഡൊക്കെ എവിടെ നിന്നാ കഴിക്കുന്നത്? ഇവിടെ അന്നദാനം ഉണ്ടല്ലോ അല്ലേ? അവിടെ പോയിട്ട് കഴിക്കലുണ്ട്. ഉണ്ടല്ലേ? ഭയങ്കര ക്യൂ ആണ് തോന്നുന്നത്. തിരക്ക് കഴിഞ്ഞാൽ പിന്നെ വേണ്ട പോകും. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുൻപിൽ എനിക്ക് കുറച്ച് ചില്ല് പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഓക്കെ, എന്താണ്? ഋതുദേവ്, അഭിലാഷ്, ആദർശ്. എന്ത് ചെയ്യുന്നു ഇവിടെ? എന്താ ഈ ക്ലാസ് ടൈമിൽ എന്താണ് ഇവിടെ? അത് ശരി, ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഓ അത് ശരി. അത് ശരി, ഓക്കെ, സന്തോഷം. വേറെ എന്തുണ്ട്? നിങ്ങൾ സിനിമയൊക്കെ കാണാറുണ്ടോ? ആണോ? സിനിമ എപ്പോഴാ, ഏതാണ് ലാസ്റ്റ് കണ്ടത്? അല്ല അങ്ങനെയല്ല, ലാസ്റ്റ് കണ്ട മൂവി. അതിനുശേഷം എത്ര സിനിമ വന്നു? ആ, കുറവാണ്. അത് മനസ്സിലായി. റീ റിലീസ് ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കണ്ട സിനിമ ഏതാണെന്ന് ചോദിക്കും. ലാസ്റ്റ് കണ്ട സിനിമ എനിക്ക് തോന്നുന്നു തലൈവൻ തലൈവി രണ്ടാമത്തെ പ്രാവശ്യം. അത് സിനിമ പ്രാന്തന്മാരാണ് ഞങ്ങൾ രണ്ടുപേരും. ജോലിക്ക് കൂലിക്ക് കൂലിക്ക് പോകുന്നില്ലേ? ഞാൻ വെച്ച് ജോലിനെ ആണല്ലേ? തിരുവനന്തപുരത്താണ് വീട്. തിരുവനന്തപുരം ഞങ്ങള് കൂടുതൽ പോകുന്നത് ഏരിയസ് പ്ലസ്, പിന്നെ PVR, കൃപ, പിന്നെ ആർടെക്. ഞാൻ തൃശ്ശൂര് ആദ്യമായിട്ടാണ്. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ കറങ്ങിയിട്ടൊന്നുമില്ല. ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്നു, തിരിച്ചു പോയി ട്രെയിനിൽ കയറി. ഇതിപ്പോൾ ആദ്യമായി. എനിക്ക് ഇച്ചിരി സമയമുണ്ട്. ഞാൻ പറയില്ല, 5 മണിക്കൂർ എനിക്ക് സമയമുണ്ട്. അല്ല, എനിക്കൊരു ഉപകാരം ചെയ്താൽ പറഞ്ഞു തന്നാൽ മതി. അതായത് ഇനി പോകാൻ പറ്റിയ സ്ഥലങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ നാട്ടുകാരല്ലേ? ഓ, ചാലിശ്ശേരി കേട്ടിട്ടുണ്ട്. പൂരം കേട്ടിട്ടുണ്ട്. ഇല്ല. പാലക്കാട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. പാലക്കാട് ഇവിടെ വന്നു, നമ്മളെ കൽപ്പാത്തിയില്ലേ, രഥോത്സവം നടക്കുന്നിടത്ത് അവിടെ വന്നായിരുന്നു. പിന്നെ ധോണി വാട്ടർഫാൾസിൽ ഞങ്ങൾ പോയായിരുന്നു. ധോണി എന്നല്ലേ പേര്? ധോണി തന്നെ. അതെ. ഒരു ഫോറസ്റ്റിലേക്ക് കൂടിയിട്ട് പോണേ. അതെ, ഞങ്ങളുടെ വീഡിയോയിലുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ അടുത്തൊരു ചർച്ച് ഉണ്ടെന്ന് പറഞ്ഞു, ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു. അറിയാം? ഒരു ചർച്ച് ഉണ്ട്. പിന്നെ പൂങ്കുന്നം. ഇല്ല, കൽപ്പാത്തി പോയിട്ട് 2-3 വർഷമായി. ആണല്ലേ? ഞങ്ങൾ തൃശ്ശൂര് വരാണെങ്കിൽ 3-4 ആഴ്ച ഒക്കെ ആയിട്ടുള്ളൂ. ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വന്നിട്ട് അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങള് കൺഫ്യൂഷൻ ആവും അല്ലേ? വഴി എത്തിക്കുന്നുണ്ട് അത്യാവശ്യത്തിന്. ഈ റൗണ്ട് ഒത്തിരി. ഒരാൾ പറഞ്ഞു പുത്തംപള്ളി എന്നാണ്. പിന്നെ പക്ഷേ ഗൂഗിളില് വേറെ ഏതാണ്ട് പേരാണ് പറഞ്ഞത്. ഏഷ്യന്റെ ടോളസ്റ്റ് ചർച്ച് അത് തന്നെയാണോ? ഓ, ശരി. ആണല്ലേ? ഇവിടുന്ന് അടുത്താണോ? ഒരു ഓട്ടോ പിടിച്ച് പോകാനുള്ളൂ. ആണല്ലേ? അപ്പൊ ഞാൻ പോട്ടെ. ചായ കുടിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ, എന്റെ വകയായിരിക്കും ചായ. ശരി, ഓക്കെ, നടന്നു. ആണോ? അപ്പൊ പിന്നെ അവിടെ ഇട്ടിട്ട് നമ്മളെ റീച്ച് ആക്ക്. ഞങ്ങള് ലാസ്റ്റ് ഇയർ ജൂൺ മുതൽ റീലിടാൻ തുടങ്ങി. അപ്പൊ ഞാനും ഇവരും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് വൈശാഖ്, അവനാണ് ഇതിന്റെ മെയിൻ. അപ്പൊ ഒരു കൊല്ലത്തിന് ശേഷം മറ്റേ ജസ്റ്റ് സാധാ റീലിട്ട് ഇട്ടിരുന്നത്.
ഒരു സിനിമാറ്റിക് ടൈപ്പിക്കൊക്കെ മാറിയിട്ടുണ്ട്. ഓ അത് ശരി. അങ്ങനെ റീലുകൾ എടുത്തു തുടങ്ങിയിട്ട് ഞങ്ങൾ. നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, ഇവനുള്ള സിനിമാറ്റോഗ്രാഫിക്ക് താല്പര്യം. ഞങ്ങള് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അതെ, താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് അടിച്ചു പൊളിക്കാം. പുള്ളിയുടെ കയ്യിൽ കുറേ സംഭവങ്ങളുണ്ട്. പുള്ളി ഒരു സ്റ്റോറി എഴുതുന്ന ആളാണ്, ഡയറക്ഷൻ ചെയ്യുന്ന ആള്, മീൻസ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 പാട്ട് നല്ല പാട്ട് എഴുതും. അപ്പോൾ ഒരുപാട് കഴിവില്ല ആളാണ്. ഇല്ല, കുറെ സിനിമകളൊക്കെ നമ്മൾ കാണുമല്ലോ, ഐഡിയാസ് കിട്ടും. നന്നായി വീഡിയോ എടുക്കുന്ന ആളാണ്, വീഡിയോഗ്രാഫി ആണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഷോർട്ട് ഫിലിം കാരണം നമ്മൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ആൾക്കാരെയും കൂടി കിട്ടിയാലും നിങ്ങൾ പോലത്തെ കുട്ടികളെ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേറെ സീനാകുമോ? എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മൾ 2 പേരേ ഉള്ളൂ, ആരോടും ചോദിക്കേണ്ട, ആരോടും പറയണ്ട. ഞങ്ങൾക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. ആണല്ലേ? എനിക്ക് വേണ്ട, ഞാൻ ഡയറ്റാണ്. സിനി സോൾമേറ്റ്, CINI, സിനി, CINI. ഓക്കെ, സാധാരണ മധുരമുള്ള ചായ കഴിക്കാൻ ചേച്ചിയുടെ ഐറ്റാന്ന് പറഞ്ഞുകൊണ്ട് ഷുഗർലെസ് ആയി. നല്ല കാര്യം. ഞങ്ങൾക്ക് ഇവിടെ ഒരു 200 മീറ്ററുള്ള ക്ലാസ്സില്ല. അത് പിന്നെ കൂടുതലാണ്ട് പോകാത്ത, പിന്നെ പോയി അങ്ങോട്ട് കയറിയാൽ മതി. നിങ്ങൾക്ക് ഇനി അങ്ങനെ പോകണം. എങ്ങനെയുണ്ട് ചായ? എന്റെ പൈസക്ക് അല്ലല്ലോ. തമാശ തമാശ. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഒരു റീല് എടുത്തിട്ടുണ്ട്, അത് ഇറങ്ങും ശനിയാഴ്ച സാറ്റർഡേ ഇറങ്ങില്ല. ഉറുദു പൗർണമി എനിക്ക് മെസ്സേജ് ഇട്ട് തരാം. ക്ലബിന്റെ ഞായറാഴ്ച തൊടുകൂടി നിൽക്കാവുന്ന തോന്നുന്നു. വീഡിയോസൊക്കെ താങ്ക് യു. അപ്പോ എന്താ പറയാ,
പഞ്ചാബിലെത്തുന്ന സമയത്തെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫിനാൻഷ്യൽ സ്ട്രൈക്ക് വന്നു. ഫിനാൻഷ്യൽ സ്ട്രൈക്ക് വന്നപ്പോൾ നമ്മൾ ബുള്ളറ്റിൽ യാത്ര ചെയ്യാൻ പറ്റാതെയായി. ഞങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സഞ്ജയ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടെ പഠിച്ച ബിടെക്കിന്. അപ്പോൾ അവൻ്റെ വീടെന്ന് പറഞ്ഞാൽ അവൻ ടിൻസുക്കിയ എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് അരുണാചൽ പ്രദേശ് അസം ബോർഡർ. അവിടെ പോയി അവിടെ കൊണ്ടുവച്ച് പിന്നെ നമ്മൾ ട്രെയിന്, ലോക്കൽ ബസ്, കിട്ടുന്ന വണ്ടി അങ്ങനെയൊക്കെ യാത്ര ചെയ്തു. എന്നിട്ട് ഈ പൂനത്തിൻ്റെ വീട് കണ്ടുപിടിച്ച് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു 150 രൂപയായിരുന്നു. അപ്പോൾ ആ ദിവസം രാത്രിയിൽ വിശക്കുന്നതുകൊണ്ട് നമ്മൾ അവിടുന്ന് മധുരയിൽ നിന്ന് ഇഡലി കഴിച്ചപ്പോഴേ 120 രൂപയായി. 2 സെറ്റ് ഇഡലി കഴിച്ചപ്പോൾ ബാക്കി 30 രൂപ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോയി. ആ സമയത്ത് നമ്മൾ പഞ്ചാബിൽ എത്തുന്ന സമയത്ത് എന്തോ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിരുന്നു. 30 രൂപയുണ്ട്. ഞങ്ങള് പിന്നെ ടിക്കറ്റ് എടുക്കില്ല, അതിനുള്ള പൈസ വരുമ്പോ ലാസ്റ്റ് എന്താ വെച്ചിട്ടാ നിങ്ങൾ ഏത് റൂട്ടാ പോയി അങ്ങോട്ട് ഏതൊക്കെ സ്റ്റേറ്റ് കവർ ചെയ്തിട്ട് പോയി? ഞങ്ങൾ പോയത് ഈസ്റ്റ് സൈഡിൽ കവർ ചെയ്തിട്ടാണ് പോയത്. ഗോവ ടച്ച് ചെയ്തിട്ടാ? ഗോവയല്ല, ഈസ്റ്റ്. മഹാരാഷ്ട്ര. ഞാൻ പറയാം അതായത് കന്യാകുമാരി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തൂത്തുക്കുടി വഴി ഇങ്ങനെ ആന്ധ്ര, അസം അങ്ങനെ പോയി. നോർത്തിൽ കയറിയില്ല? നോർത്ത് ഈസ്റ്റ്. അപ്പൊ എന്നോട് ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ എത്തുമ്പോൾ നമ്മളെ കയ്യിലൊന്നും പൈസ ഇല്ല. ഒരു ചായ വാങ്ങിച്ച് 2 പേര് പകുതിയാക്കി കുടിച്ച് വിശന്നിട്ട് എന്തെങ്കിലും അവിടുന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെമ്പിളിലേക്ക് പോയതാണ്. അങ്ങനെ മൈൻഡുള്ള ഒരു വീട്ടൊക്കെ ആയിരുന്നല്ലോ, അല്ലാണ്ട് ലക്ഷറായിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവസരം കിട്ടിയാൽ എന്തായാലും പോകണം. പോയിട്ടുണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ നാട്ടില് വേറെ എടുത്തുണ്ട്, ഒറ്റപ്പുല ഉള്ള ആളാ. ആള് ഇതിന്റെ ഒക്കെ വൈബുള്ള ഒരാളാ. പേര് വിഷ്ണു എന്നാ. നമ്മളിപ്പോ ഇങ്ങനെ നോക്കുന്ന പറഞ്ഞാൽ ഒന്ന് ഷോർട്ട് ഫിലിം ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. പിന്നെ നമ്മളെ കൂടെ യാത്ര ചെയ്യാൻ ഇതുപോലെ വൈബുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനായിട്ട് പോവാറ്. പക്ഷെ ഞങ്ങള് റൂമൊന്നും എടുക്കൂല, ടെന്റ് സ്റ്റേ ആണ്. ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ അടുത്ത് ഗൾഫിക്ക് പോയി. അപ്പൊ അവനായിരുന്നു നമ്മുടെ മെയിൻ ബഡ്ഡി. അവൻ പോയിപ്പോ ഞങ്ങൾ ഈ ഇയർ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ അതിനൊരു ക്ലാസ്സായി, പിന്നെ ഇപ്പം ആരും വന്ന് പിന്നെ അതോട് ഈ പോലത്തെ ട്രിപ്പ് നടന്നില്ല. ഇപ്പം നെക്സ്റ്റ് ഇയർ നടക്കുകയാണെങ്കിൽ പോകണമെന്നുണ്ട്. ഇനി വന്ന പ്ലാൻ എന്നാ ട്രിപ്പ്? നമ്മളിനി ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാല് 2 വർഷത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാല് 14 സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അതും എല്ലാ സ്ഥലത്തൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ടൂറിസ്റ്റ് അല്ല നോക്കുന്നത്, വില്ലേജുകളിൽ പോയി. അപ്പോൾ അത് മൊത്തത്തിൽ കവർ ചെയ്യണമെങ്കിൽ എന്തായാലും 2 വർഷം, ഇന്ത്യ മൊത്തം കാണുന്നത് 2 വർഷം വേണം. അതെ, ഞങ്ങള് പഞ്ചാബിൽ പോയിപ്പോയി ഏറ്റവും മിസ് ചെയ്തതാണ്. ഒറ്റ ദിവസം പഞ്ചാബിൽ നിൽക്കാൻ പറ്റുള്ളൂ. പഞ്ചാബിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വില്ലേജുകൾ പോകണമെന്നാണ്. പഞ്ചാബിൽ പോയപ്പോഴാണെങ്കിൽ മനസ്സിലായി ഒറ്റ ദിവസം കൊണ്ട് ആകെ കാണാൻ പറ്റിയത് വാഗാ ബോർഡറും ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിൾ കയറിയപ്പോ പിന്നെ അവിടെ ഒരു ശിവന്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, പോയായിരുന്നോ? പഞ്ചാബ് പറഞ്ഞു പഞ്ചാബിൽ അപ്പൊ ഞാൻ വിചാരിച്ചു പഞ്ചാബിൽ പോകണമെങ്കിൽ ഒരു 5 ദിവസം വേണം, 4-5 ദിവസം നമുക്ക് വില്ലേജുകൾ കയറിയിട്ട് അങ്ങനെ പോകാണെങ്കിൽ അടിപൊളിയാവും. അടുത്തോട്ടം പോകണമെങ്കിൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം പോവാൻ. പിന്നെ ഓവർ പ്ലാൻ ചെയ്താലും സീനാ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ മേഘാലയ. അതിലെ കൂടി യാത്ര ചെയ്യാൻ കിട്ടില്ലാണ്. കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രത്യേക ഒരു സുഖമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് ആർക്കും ഹിന്ദി അറിയില്ല. ഇംഗ്ലീഷ് ചില ആൾക്കാർക്ക് അറിയാം. അവരുടെ ഭാഷ ഗാരോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഷയാണ്, അതിന് ലിപിയില്ല. അവർ ആ ഭാഷ ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. ഹിന്ദി ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പറയും, പക്ഷെ അവർക്ക് അതും അറിയില്ല, ഹിന്ദി അറിയാം. അവിടെ പോയാൽ ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ലാംഗ്വേജ് അറിയാത്തോണ്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിതുപോലെ മറ്റേ പഞ്ചാബ് ഈ ടെമ്പിള് കയറിയപ്പോ അവര് അവിടെ അത് കഴിഞ്ഞിട്ട് ബാഗേജ് പോകുമ്പോ കോട്ടറശ്ശേരി കൊണ്ടുപോലോ. അപ്പൊ എത്ര രൂപ വാങ്ങിയേ? ഞങ്ങൾക്ക് എനിക്ക് 500-150 അല്ലേ? ഞങ്ങളെ ചാമ്പി 1400 രൂപ വാങ്ങി. അപ്പൊ റിട്ടേൺ വരുമ്പോൾ മനസ്സിലായി ഞങ്ങളെ പറ്റിച്ചത്. എന്നിട്ട് ഭയങ്കര വർത്താനായി അവിടെ. ഇംഗ്ലീഷ് ഹിന്ദി കൂട്ടിട്ട് ഭാഷയിലൊക്കെ ഞാൻ നാട്ടു റോഡിലൊന്നും പറയാ അന്നസ് ചെറിലൊക്കെ ഇങ്ങനെ പിടിക്കുക. എന്താ അവരോട് സീനല്ലേ ലാസ്റ്റ് ആ പൈസക്ക് പുറത്തു പോയി.
പിന്നെ അങ്ങനെ കയറി കണ്ടിട്ട് നമുക്ക് പിന്നെ അറിയില്ലല്ലോ. ആദ്യമായിട്ട് പോകുമ്പോൾ മനസ്സിലായി അവിടെ നമ്മൾ അവര് പറയണതിന്റെ പകുതി പൈസ ഉണ്ടാവുള്ളൂ. ഇല്ല അത് തന്നെ, അത് നമ്മള് ബാർഗെയിൻ ചെയ്യണം. ഞങ്ങള് പിന്നെ മറ്റേ അറിയാത്ത ആൾക്കാരെ അവര് പറ്റിച്ചു കളയും. ലാസ്റ്റ് ദിവസം ഡൽഹിക്ക് വന്നത് ശാന്തിനിച്ചേക്കും. പക്ഷെ വാഗാ ബോർഡർ അടിപൊളിയല്ലേ? അടിപൊളി, അത് അടിപൊളി കാണേണ്ടതാണ്. പോണം കേട്ടോ. ആ ഒരു കമാൻഡർ ഉണ്ട് സർവീസിൽ, ആളെ ഡെയിലി ചെയ്യുന്നത്ര ആളുടെ സർവീസ് അടിപൊളിയാണ്. എന്തായാലും നമ്മുടെ അതേ വഴിക്കുള്ള കുറച്ച് പിള്ളേരെ കിട്ടിയായിരുന്നു. ഇനി അടുത്ത് പോണത് പുത്തൻപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ഓട്ടോ പഠിച്ചിട്ട് പോകുന്നതാണ് എളുപ്പം. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷെ എനിക്ക് സമയമില്ലാതെ കൊണ്ട് ഓട്ടോ. നമ്മൾ ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം അങ്ങ് കഴിഞ്ഞു പോകും. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരും. എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടുണ്ട് കേട്ടോ.